നമസ്കാരം. ഷെറിൻ കാരണവർ എന്ന കൊലക്കേസ് പ്രതിയെ ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി വിട്ടയക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഷെറിനെ വിട്ടയക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ശുപാർശ ഗവർണർ അംഗീകരിച്ചാൽ ഷെറിൻ ജയിൽ മോചിതയാകും. എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ടാണ് ഇവളുടെ മോചനത്തിനായി വഴിയൊരുക്കുന്നത് സംസ്ഥാന സർക്കാർ. മുൻഗണനാക്രമങ്ങളെല്ലാം ലംഘിച്ചു. മിന്നൽ വേഗത്തിലാണ് ഷെറിനെ മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ പൂർത്തിയാക്കിയത്. അതായത് കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ശുപാർശ ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജയിൽ DGP വഴി ആഭ്യന്തര വകുപ്പിലൂടെ മന്ത്രിസഭയിൽ എത്തിച്ചാണ് ഷെറിനെ മോചിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇവിടെ നമ്മൾ ചില വസ്തുതകൾ കാണേണ്ടതുണ്ട്. എന്തിനാണ് സർക്കാർ മുൻകൈയെടുത്ത് ഇവളെ മോചിപ്പിക്കുന്നത്? ചില മന്ത്രിമാർക്ക് ഇവളുടെ മോചനത്തിൽ പങ്കുണ്ടെന്ന് കേൾക്കുന്നു. അത് ശരിയാണോ? ശരിയാണെങ്കിൽ ആരാണ് ആ മന്ത്രി? നിങ്ങൾ ഓർക്കുന്നുണ്ടോ എങ്ങനെയാണ് 2016 LDF അധികാരത്തിൽ വന്നതെന്ന്? ജനകീയനായ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്ന ചില മന്ത്രിമാർക്കും മറ്റു ചില കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീ പീഡന പരാതി നൽകിയത് ആരും മറന്നിട്ടുണ്ടാകില്ല. സമൂഹ മാധ്യമത്തിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ഈ പരാതിയുടെ പേരിൽ അവഹേളിക്കുകയും അത് രാഷ്ട്രീയായുധമാക്കുകയും ചെയ്തിട്ടാണ് അന്ന് LDF അധികാരത്തിൽ വന്നത്. തന്നെ കൊണ്ട് ആരാണിത് ചെയ്യിച്ചത്, എത്ര കോടി പ്രതിഫലമായി നൽകാമെന്ന് വാഗ്ദാനം നൽകി എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് ഈ പരാതിക്കാരി തന്നെ പിന്നീട് രംഗത്തെത്തിയിരുന്നു. PC ജോർജിനെതിരെയും ഈ സ്ത്രീ പീഡന കേസ് നൽകുകയും പിണറായി പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതൊരു ഉൽപ്പന്നത്തിനും ഒരു കാലാവധി ഉണ്ടല്ലോ. LDFന്റെ പീഡനായുധമായ ആ തട്ടിപ്പുകാരിയുടെ കാലാവധിയും കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഉമ്മൻചാണ്ടി എന്നൊരു നല്ല മനുഷ്യനെതിരെ പീഡനാരോപണം ഉന്നയിച്ചതിൻ്റെ ശിക്ഷയായിരിക്കാം ഇപ്പോൾ എന്തോ ഗുരുതരമായ രോഗത്തിൻ്റെ പിടിയിലാണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വീണ്ടും ഷെറിൻ കാരണവരിലേക്ക് വരാം. ഷെറിൻ ഇപ്പോഴുള്ളത് കണ്ണൂർ വനിതാ ജയിലിലാണ്. ഇവളെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം MV സരളയുടെ ന്യായീകരണം ശ്രദ്ധേയമാണ്. ഷെറിൻ മാനസാന്തരപ്പെട്ടെന്നും ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ചാണ് ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്തതെന്നും ഷെറിന് മാത്രമായി പ്രത്യേക പരിഗണനയൊന്നും നൽകിയിട്ടില്ലെന്നുമാണ് ജയിൽ ഉപദേശക സമിതി അംഗമായ സരള പറയുന്നത്. അങ്ങനെ അവരെ മോചിപ്പിക്കുന്നതിന് പ്രശ്നമില്ലെന്ന് പോലീസ് കണ്ടെത്തിയെന്നും എല്ലാ കാലത്തും ഒരാളെ കുറ്റവാളിയായി കാണരുത് എന്നുമൊക്കെയാണ് MV സരളയുടെ ന്യായീകരണം. ഈ ന്യായീകരണത്തിൽ എല്ലാം വ്യക്തമാണ്. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ പിന്നിലെ കള്ളക്കളികൾ മനസ്സിലാവുകയും ചെയ്യും. ഷെറിന് മാനസാന്തരം വന്നെന്നാണ് MV സരള പറയുന്നത്. എന്നാൽ ഒരാൾക്ക് ശിക്ഷാ ഇളവ് നൽകുമ്പോൾ ജയിലിലെ അയാളുടെ പെരുമാറ്റം കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇവിടെ പാർപ്പിച്ചിരുന്ന എല്ലാ ജയിലുകളിലും പ്രശ്നക്കാരിയായിരുന്നു ഷെറിൻ. ഇതൊന്നും ഇവളുടെ മോചന ശുപാർശയ്ക്ക് തടസ്സമായില്ല. 25 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചവരെ വിട്ടയക്കണമെന്നാണ് ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശ. എന്നാൽ ഈ ശുപാർശകളൊന്നും പരിഗണിക്കാതെയാണ് ഇവൾക്ക് മാത്രമായി ഇളവ് നൽകിയിരിക്കുന്നത്. പൂജപ്പുര, വിയ്യൂർ, നെട്ടുകാൽത്തേരി എന്നീ ജയിലുകളിലെ ഉപദേശക സമിതികൾ 2 തവണകളായി നൽകിയ ശുപാർശകളിൽ ഇതുവരെ തീരുമാനമൊന്നുമായിട്ടില്ല. പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടുകളും എല്ലാം ഷെറിന് അനുകൂലമായിരുന്നു. ചില മന്ത്രിമാരുടെ ശക്തമായ പിന്തുണ ഇവൾക്കുണ്ടെന്ന ആരോപണം ശക്തമായി ഉയരുന്നുമുണ്ട്. 25 വർഷം പൂർത്തിയാക്കിയ രോഗികളായ തടവുകാരെ പോലും അവഗണിച്ചാണ് കിടന്ന ജയിലുകളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുതിരയെ പോലെ നടക്കുന്ന ഇവൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കുന്നത്. കേരളത്തിലെ ജയിലുകളിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാരിൽ ഏറ്റവും കൂടുതൽ പരോൾ നേടിയിട്ടുള്ളത് ഷെറിനാണ്. ഏകദേശം 1 വർഷത്തിലധികം ഇവൾ പരോളിൽ പുറത്തായിരുന്നു, പല തവണകളായിട്ട്. പരോളിൽ ഇറങ്ങുന്ന ഇവൾ പല പ്രമുഖരോടുമൊപ്പം തമിഴ്നാട്ടിലെ സുഖവാസ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം വർഷങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷെറിൻ്റെ കൂട്ടുപ്രതികളായ ബാസിത്ത് അലിക്കും നിധിനും ഷാനു റഷീദിനും ശിക്ഷ ഇളവൊന്നുമില്ല. അവരിപ്പോഴും സുഖമായി ജയിലിൽ തന്നെയുണ്ട്. നല്ല നടപ്പിൻ്റെ പേരിൽ ബാസിത്ത് അലിയെ നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അമേരിക്കൻ മലയാളിയായ ഭാസ്കര കാരണവരുടെ മകൻ ബിനു പീറ്ററിൻ്റെ ഭാര്യയായിരുന്നു ഷെറിൻ. ഷെറിൻ്റെയും ഭർത്താവിൻ്റെയും ചെറുമകളുടെയും പേരിൽ ഭാസ്കര കാരണവർ ആദ്യം രജിസ്റ്റർ ചെയ്ത ആധാരം റദ്ദ് ചെയ്തതിലുള്ള വിരോധം കൊണ്ടാണ് ഭാസ്കര കാരണവരെ കൂട്ടുപ്രതികളുടെ സഹായത്തോടെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് ഷെറിൻ കൊലപ്പെടുത്തിയത്. അന്ന് IG ആയിരുന്ന വിൻസൻ പോളിൻ്റെ നേതൃത്വത്തിലായിരുന്നു കേസിൻ്റെ അന്വേഷണം. 2010 ജൂണിൽ അറസ്റ്റിലായ ഷെറിന് 3 ജീവപര്യന്തമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി, അതിവേഗ കോടതി വിധിച്ചത്. പക്ഷേ ശിക്ഷ ഒരേ കാലയളവിൽ അനുഭവിച്ചാൽ മതി അത്രേ. അതായത് 3 ജീവപര്യന്തം എന്നത് പേരിന് മാത്രം, അനുഭവിക്കേണ്ടത് 1 മാത്രം. തെരഞ്ഞെടുപ്പ് എടുക്കാൻ ഇനി കഷ്ടിച്ച് 1.5 കൊല്ലം മാത്രം. ആർക്കൊക്കെ എതിരെ പീഡന കേസ് വരുന്നു, ആരാണ് ആ കേസ് കൊടുക്കുന്നത്, ഇതൊക്കെ കണ്ടു തന്നെ അറിയണം. എന്തായാലും സർക്കാരിൻ്റെ ഒരൊറ്റ നേട്ടം പോലും പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ചെല്ലാൻ കമ്മികൾക്ക് കഴിയില്ല. മീൻ കഴുകിയ വെള്ളമെടുത്ത് മുഖത്തൊഴിക്കും ജനങ്ങൾ. അതുകൊണ്ട് പഴയതുപോലെയുള്ള നാറിയ കളികൾ ഇനിയും കമ്മികൾ കളിക്കും. എങ്കിലും ആരായിരിക്കും ഇവളെ തുറന്നുവിടാൻ മുട്ടി നിൽക്കുന്ന ആ മന്ത്രി? ആരോ ആയിക്കോട്ടെ. എൻ്റെ ഗണേശ ഭഗവാനെ, വിഘ്നേശ്വര, കൊട്ടാരക്കര ഗണപതിയെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കേസിൽ കുടുക്കിയില്ലെങ്കിൽ ഉടനെ തന്നെ വീണ്ടും കാണാം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ
ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.